ഒരു പെണ്ണുങ്ങളെ പോലീസുകാർ കാലിനോട് ചോട്ട് വേറെ ആൾ പിടിക്കാൻ പിടിച്ചു വെച്ച് മാഷ് ഞങ്ങളെ മെമ്പറാണ് ഇങ്ങനെ കൊണ്ടുപോയത്. ഒരു എന്താ പറയുന്നത് ചവിട്ടി മെതിച്ചും കണ്ട് വലിച്ചു കൊണ്ടുപോയി പോലീസുകാർ. അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമുണ്ട്. എത്ര പെണ്ണുങ്ങളെ മേലാണ് പോലീസുകാർ കൈവച്ച് വനിതാ പോലീസ് ഇല്ലാതെ കൈവച്ചത്. ഞങ്ങളെയൊക്കെ ചവിട്ടിയത് പോലീസല്ലേ. പോലീസുകാർ ഞങ്ങൾ 5 മെമ്പറെ പിടിച്ചതിന് ഞങ്ങളൊക്കെ ചവിട്ടി അങ്ങോട്ട് മാറ്റിയിട്ട് മെമ്പറെ പിടിച്ച് വലിച്ച് താഴോട്ടിട്ടത്. സുഖമില്ലാത്തവർ ഞങ്ങൾ എല്ലാവർക്കും സുഖമില്ലാത്തവരെ ഞങ്ങളൊക്കെ ഇതിന് വേണ്ടിയിട്ടാണ്. ഞങ്ങളെ നാളെ കുടിവെള്ളം ഇപ്പം തന്നെ ഞങ്ങൾക്കില്ല, അറിയോ? ഇവർ പൈസ വാങ്ങി കാണിച്ചിട്ട് വാഗാടിൻ്റെ ഗുണ്ടകളും ഉടമസ്ഥൻ്റെ ഗുണ്ടകളും ഉണ്ട് ഇവിടെ. ഓലിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി തന്നെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞങ്ങൾ മര്യാദയ്ക്ക് റാലി പോയതല്ലേ, ഓരല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് വിടാഞ്ഞത്. ഞങ്ങൾ അവരെ എന്തെങ്കിലും തടസ്സപ്പെടുത്തിയോ? അത് സ്വാതന്ത്ര്യമില്ല, ഞങ്ങളെ പൊതുവഴിയല്ലേ. ഇത് പോലീസ് ഓരോ ഭാഗ. ഇന്നലെ അവിടെയൊക്കെ എന്താ ആഘോഷമാണ്, പോലീസിനെയൊക്കെ വെച്ചിട്ട് തിന്നാനും കുടിക്കാനും കൊടുത്തിട്ട്. ഇങ്ങനെ ചെയ്യേണ്ട ഒരു സ്ഥിതി ഇവിടെ ഉണ്ടായില്ല അല്ലേ? ഇവിടെ ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ ഇവരെല്ലാവരും കൂടി ഒത്തിൻ്റെ കളിയാണ്. ഹൈക്കോടതിയിലുണ്ട് 15-ാം തീയതിക്ക് കളക്ടർ റിപ്പോർട്ട് കൊടുത്തിട്ട് മണ്ണെടുക്കാനുള്ളത് എന്നുള്ളത്. അത് 15 തുടങ്ങിയില്ല, ജനുവരി 1 പോലും ആയിട്ടില്ല. അതിന് മുമ്പ് ഇവരെല്ലാവരും കൂടെ ഇന്നലെ തഹസീൽദാറും ഇവിടെ മാസങ്ങളായിട്ട് മണ്ണെടുപ്പ് നടക്കുകയാണല്ലോ. അതിപ്പോ നമ്മുടെ നാട്ടിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പൊ എന്തൊരു ഗുണ്ടകൾ എന്നൊക്കെ പറഞ്ഞില്ലേ, എന്താണത്? അത് ഇവര് മണ്ണെടുത്ത് കൊണ്ടുപോകുന്ന വെല്ലുവിളിച്ചതാ ഞങ്ങളെ. ഇന്നലെ ഇവര് കൊണ്ടുപോയപ്പോ ഇവരുടെ മക്കളും ഉടമസ്ഥന്റെ മക്കളും ഒക്കെ ആയിട്ട് ഫോട്ടോ എടുത്ത് സ്ഥല ഉടമയുടെ മക്കളൊക്കെ ഫോട്ടോ എടുത്തിട്ട് ഞങ്ങളെ പരിഹസിച്ചില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചു നടക്കുക. എന്നിട്ട് അവർ ഇന്നലെ രാത്രി ഞങ്ങളെ ഫസ്റ്റിലത്തെ ഒരു ജനകീയ സമിതിന്റെ ആ വീഡിയോ ഒക്കെ എടുത്ത് രാത്രി 3 മണിക്ക് ഫോണിലിട്ട് വ്യക്തിയുടെ സ്ഥലത്ത് നിന്നാണ് മണ്ണ് എടുക്കുന്നത്. സ്വകാര്യ വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു 3 ആൾക്കാരാന്നാ പറയുന്നത്. ആദ്യം ഒരു പറഞ്ഞ് ഞങ്ങൾ നല്ല സ്ഥലം ഞങ്ങൾ വിറ്റതാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഇപ്പം അല്ല, ഇപ്പൊ ഒരു മണ്ണ് എടുക്കുന്ന ആൾക്കാർ പറഞ്ഞു. ഈ കുട്ടീന്റെ അമ്മനെ അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. നല്ല പരിക്കുണ്ടോ? ചവിട്ടി കൊണ്ട് വീണ് ആരൊക്കെയോ ചവിട്ടി, കുറെ ആൾ ചവിട്ടി എന്ന് പറഞ്ഞു. ചവിട്ടി നമുക്കറിയാണ്ടിരിക്കാൻ എന്താണ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഓള് വീണടക്കുന്ന ആൾക്കാരൊക്കെ ഓളെ മേലെ കൂടി കയറുന്നു, ആരൊക്കെയോ ചവിട്ടുന്നു. ഞാൻ ഉറക്കെ കരഞ്ഞത് എവിടെ നിന്ന്. അപ്പൊ ഈ കുട്ടിയും കണ്ട്, ഈ കുട്ടിക്ക് ആകതായിട്ടുണ്ട്. വരുമ്പോ പോലീസ് ചവിട്ടുന്നൊക്കെ കാണുന്നല്ലേ? അപ്പൊ ചവിട്ടുന്നതാ ഞാൻ കണ്ടത്. ഈ കുട്ടീനെ ഞങ്ങള് അല്ല ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാരല്ലേ, എന്തിനാ ഇരുത്തിരി പൈസക്ക് വേണ്ടിയിട്ട്? ഇപ്പൊ കണ്ടാ പിന്നെ കാണൂല ആൾക്കാരെ. ഇരുത്തിരി പൈസക്ക് വേണ്ടിയിട്ടല്ലേ ഈ ക്രൂരത ചെയ്യുന്നത്? എന്തിനാണിത്? ഇങ്ങനെയുണ്ടോ മനുഷ്യര്? പൈസക്ക് ആർത്തിയുള്ളവരിങ്ങനെ ഉണ്ടോ? ഞങ്ങളെ കൂടെ ഞങ്ങളെടുത്ത് വളർത്തിയ കുട്ടികളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ആ കുട്ടികളാണ് ചെയ്യുന്നത്. ഓൻ്റെ കൂടെ പഠിച്ച എന്താ പറയാ, ഒരു 5 ദിവസത്തെ വ്യത്യാസത്തിൽ ജനിച്ചു വളർന്ന കുട്ടി ഓനാണ് ഈ ചെയ്യിക്കുന്നത്. ഇവന്റെ ഈ കുട്ടീന്റെ ഇതാരുടെ സ്ഥലം? ആരുടെ സ്ഥലത്ത് മണ്ണെടുക്കുന്നത്? ഇവരെ മനോജ്, ഗിരീഷ് ഇവരൊക്കെയാണ്. ആ ഗിരീഷും എന്റെ അച്ഛനും ഒക്കെ ഒരുമിച്ച് പഠിച്ച് വളർന്ന കുട്ടികളാണ്. അവരൊക്കെയാണ് ഈ ചെയ്യിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഈ പൈസക്ക് വേണ്ടിയിട്ടോ? ഇപ്പൊ അതാ റോഡിലേക്ക് ഇറങ്ങിയ ജീവൻ പോവും. അത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം.